കാൽവിൻ പെർഫ്യൂംസിൻ്റെ 45ാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓണത്തിൻ്റെ ഒരു തിരക്കൊക്കെ കഴിഞ്ഞു, ഫ്രഷായിട്ട് പുതിയൊരു വീക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു. ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് രണ്ട് പെർഫ്യൂംസാണ്. രണ്ടും ഫ്രഞ്ച് പെർഫ്യൂംസ്, ഒരേ കമ്പനിയുടെ പെർഫ്യൂംസ്. കില്ലിയൻ്റെ പെർഫ്യൂംസാണ്. കില്ലിയൻ എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും അറിയാം, ഒരു ലക്ഷറി ബ്രാൻഡിൽ പെട്ട ഒരു ബ്രാൻഡാണ്. അതിൻ്റെ പെർഫ്യൂംസ് എല്ലാം വളരെ കോസ്റ്റ്ലിയർ ആയിട്ടുള്ള പെർഫ്യൂംസ് ആണ്. പക്ഷെ എല്ലാം ഒരു യുണീക്ക്നെസ് ഉള്ള പെർഫ്യൂംസ് ആണ്. അവരുടെ ഒരു വ്യത്യസ്തമായ സ്മെല്ലുകളുള്ള പെർഫ്യൂമാണ് അവരുടെ എല്ലാം. നോർമലി മറ്റ് പെർഫ്യൂമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഒരു വ്യത്യസ്തത അവരുടെ പെർഫ്യൂംസുകളിലെല്ലാം നമുക്ക് ഫീൽ ചെയ്യും. അവരുടെ രണ്ട് പെർഫ്യൂംസ്, ഒന്ന് 2014 അവർ ഇറക്കിയ ഇൻടോക്സിക്കേറ്റഡ് ബൈ കില്ലിയൻ, ഒരു ഇൻടോക്സിക്കേറ്റഡ് പെർഫ്യൂം തന്നെയാണ്. ഇത് ശരിക്കും ഒരു സ്പൈസി ലവേഴ്സിൻ്റെ പെർഫ്യൂമാണ്, പ്ലസ് കോഫി ലവേഴ്സിൻ്റെ ഒരു സ്പൈസിയും കോഫിയും കൂടിയുള്ളൊരു മിക്സാണ് ഈ പെർഫ്യൂം എന്ന് പറയുന്നത്. ആക്ച്വലി നമ്മുടെ നാടൻ ഇവിടെ കേരളത്തിൽ കിട്ടുന്ന കോഫി അല്ല, ഇത് ടർക്കിഷ് കോഫിയാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. ടർക്കിഷ് കോഫി എന്ന് പറയുന്നത് ശരിക്കും കൂടി ഒരു എന്താ പറയുക, ഒരു റിച്ച്നെസ് ഉണ്ടാവും. കുറച്ചും കൂടി നമ്മുടെ കോഫിക്ക് ഒരു സ്മെല്ലിനൊരു സോഫ്റ്റ്നെസ് ഉണ്ട്. പക്ഷേ ടർക്കിഷ് കോഫി എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി ഒരു തിക്കായിരിക്കും, കുറച്ചും കൂടി ഒരു ഹാർഡ്നെസ് ഉള്ള കോഫിയാണ് ടർക്കിഷ് കോഫി. ഈ ടർക്കിഷ് കോഫിയും ഒരു ഓറിയൻ്റൽ, ഒറ്റ വാചകത്തിൽ പറയുകയാണെങ്കിൽ ഒരു ഓറിയൻ്റൽ പെർഫ്യൂം, കോഫി, ടർക്കിഷ്, സ്പൈസി എല്ലാം കൂടി ചേർന്ന് വരുന്നു എന്ന് പറയാം. അതിലെ ഇൻഗ്രീഡിയൻസ് പക്ക സ്പൈസി ഐറ്റംസ് ആണ് മുഴുവനും ഉള്ളത്. സിനമൺ ഉണ്ട്, ഗ്രീൻ സിനമൺ ഉണ്ട്, ചെറിയ തോതിൽ പെപ്പർ ഉണ്ട്, ടുബാക്കോ ഉണ്ട്, പച്ചോളി ഉണ്ട്, കാരമലൈസ്ഡ് ഷുഗർ ഉണ്ട്, നട്ട്മഗ് ഉണ്ട്, ജെറേനിയം ഉണ്ട്. ഇങ്ങനെയുള്ള പല സ്പൈസി ഐറ്റത്തിൻ്റെ എല്ലാം കൂടിയുള്ള ഒരു കോമ്പിനേഷനാണ് ആക്ച്വലി ആ പെർഫ്യൂംസിൽ വരുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്ന് അതിനൊരു ഇതില്ല, കാരണം ഒരു ഡിഫറെൻറ്റ് പെർഫ്യൂം, അതായത് വ്യത്യസ്തമായ മണം ആഗ്രഹിക്കുന്നവർക്ക് മീൻസ് ട്രൈ ചെയ്യാവുന്ന ഒരു ഐറ്റമാണ് ഇൻടോക്സിക്കേറ്റഡ് ബൈ കില്ലിയൻ എന്ന് പറയുന്നത്. ഇത്തിരി സ്ട്രോങ് ആയിട്ടുള്ള പെർഫ്യൂമാണ്, നല്ല ലാസ്റ്റിങ് കിട്ടുന്ന പെർഫ്യൂമാണ് കേട്ടോ. ഒരു എന്താ പറയുക, ഈവനിങ് നൈറ്റിലൊക്കെ ഡേറ്റിംഗ് പെർഫ്യൂംസ് ഒക്കെ ആയിട്ടാണ് യൂറോപ്യൻസിലൊക്കെ അത് കൂടുതലും യൂസ് ചെയ്യുന്നത്. നമുക്കിവിടെ ഏത് ഒക്കേഷനിലും വേണമെങ്കിലും യൂസ് ചെയ്യാം. ഒൺലി തിങ് സ്ട്രോങ് പെർഫ്യൂമാണ്, അങ്ങനത്തെ മണം ആഗ്രഹിക്കുന്നവർക്ക് പറ്റുന്നൊരു ചോയ്സാണ് കേട്ടോ. രണ്ടാമത്തെ പെർഫ്യൂം എന്ന് പറയുന്നത് കില്ലിയൻ്റെ തന്നെ ആപ്പിൾ ബ്രാൻഡി ഓൺ ദ റോക്സ്. പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് വിചിത്രമായിട്ട് തോന്നാം. ബ്രാൻഡിയും ആപ്പിളും ഒക്കെ ആയിട്ടുള്ള മണം കൊണ്ട് എങ്ങനെയായിരിക്കും എന്നൊരു എല്ലാവരുടെയും നെറ്റി ചുളുങ്ങാൻ ചാൻസ് ഉണ്ട്. ഞാൻ പറയണ പരിചയമില്ലാത്തവരുടെ കാര്യമാണ് കേട്ടോ ഞാൻ പറയണത്. ഞാൻ എപ്പോഴും വീഡിയോ ചെയ്യുന്നത് ഒരു ലേമാൻ പോയിന്റ് ഓഫ് വ്യൂലാണ് കേട്ടോ. വളരെ പെർഫ്യൂമിൻ്റെ കാര്യങ്ങളൊക്കെ വളരെ എക്സ്പീരിയൻസ് ആയിട്ട് അറിയാവുന്ന പ്രൊഫഷണൽസ് ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അവർക്ക് ചിരിയേ വരുള്ളൂ. കാരണം ഞാനിത് പറയുന്നതെല്ലാം വെറും ഒരു ലേമാൻ ആംഗിളിൽ കൂടി മാത്രമാണ്, ബേസ് ലെവലുള്ള കാര്യങ്ങൾ മാത്രമാണ്. ആപ്പിൾ ബ്രാൻഡി ഓൺ ദ റോക്സ് അത് ശരിക്കും അവരുടെ ഒരു ന്യൂവർ പെർഫ്യൂമാണ്. എന്നാലും ഒരു 3-4 വർഷം മുൻപ് 2021 അവർ ഇറക്കിയ ഒരു പെർഫ്യൂമാണ്. ഞാൻ പറഞ്ഞല്ലോ, വ്യത്യസ്തത ആഗ്രഹിക്കുന്നവർക്ക് പറ്റുന്നൊരു ചോയ്സ്, അല്ലാതെ സ്ഥിരമായിട്ട് ഓർത്തഡോക്സ് ആയിട്ടുള്ള ഒരേ സ്മെല്ലുകൾ, അങ്ങനെയുള്ള സ്മെല്ലുകൾ ആഗ്രഹിക്കുന്നവർക്ക് ഇതൊരു ചോയ്സേ അല്ല കേട്ടോ. ഒരു വ്യത്യസ്തത, ഞാൻ അടിക്കുന്ന പെർഫ്യൂം ഒരു വ്യത്യസ്തമായിരിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്ന് ചോയ്സ് ആയിട്ട് എടുക്കാൻ പറ്റുന്ന പെർഫ്യൂമാണ് ആപ്പിൾ ബ്രാൻഡി ഓൺ ദ റോക്സ് എന്ന് പറയുന്ന പെർഫ്യൂം. ശരിക്കും പറഞ്ഞാൽ അതൊരു ഫ്രൂട്ടി ഫ്രഷ് പെർഫ്യൂമാണ്. ഇതിൻ്റെ ഒരു ഓപ്പണിംഗ് നോട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫ്രഷ് ഫ്രൂട്ടി വൈബിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ബർഗാമോട്ടിൻ്റെയും കാടമൻ്റെയൊക്കെ കൂടിയുള്ള ഒരു സ്മെല്ലിലാണിത് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. അത് കഴിയുമ്പോഴത്തേക്കാണ് നല്ലൊരു ഗ്രീൻ ആപ്പിളിൻ്റെ സ്മെല്ലിലേക്കും റമ്മിൻ്റെയും ബ്രാൻഡിയുടെയും കൂടിയുള്ള ഒരു മിക്സ് അതിൻ്റെ അകത്ത് കയറി വരും. ഫ്രൂട്ടി വൈബും കൂടി അതിൻ്റെ അകത്തൊരു മിക്സ് വരുന്നുണ്ട് കേട്ടോ. പൈനാപ്പിളും വാനിലയും കൂടി അതിൻ്റെ അകത്ത് കയറി വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് അതിൻ്റെ അകത്ത് മിഡിൽ നോട്ടിലേക്ക് വരുന്നത്. മിഡിൽ നോട്ട് കഴിഞ്ഞ് നമുക്കതൊരു എൻഡ് നോട്ടിലേക്ക് വരുമ്പോഴത്തേക്കും ഒരു സെഡാറിൻ്റെയും അംബ്രോക്സിൻ്റെയും കൂടിയുള്ള ഒരു വുഡി വൈബിലേക്കായിരിക്കും വരിക. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു കമ്പൈൻഡ് എഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യത്യസ്ത മണം, ആപ്പിളും ബ്രാൻഡിയും കൂടി ചേർന്ന് വരുന്ന മണം തന്നെയാണ് നമുക്കൊരു ഫീൽ ചെയ്യുന്നത് കേട്ടോ. നല്ല രസമുണ്ട്. നമുക്ക്
എന്താ പറയണ വ്യത്യസ്തത, നേരത്തെ പറഞ്ഞ പോലെ വ്യത്യസ്തത ആഗ്രഹിക്കുന്നവർക്ക് പറ്റുന്ന ഒരു പെർഫ്യൂം. നോർമലി നമ്മളൊരു ഓർത്തഡോക്സ് ആയിട്ടൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ ഇത് പെർഫ്യൂം നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. കാരണം ലിക്കറിന്റെ ഒക്കെ സ്മെല്ല് നമുക്ക് അതിനകത്ത് ഫീൽ ചെയ്യുന്നുണ്ട്, റിയലി ഫീൽ ചെയ്യുന്നുണ്ട് അതിനകത്ത് നമുക്ക്. പക്ഷെ ഒരു രസമായിട്ടുള്ള ഔട്ട്പുട്ട് രസമാണ്, അതിൻ്റെ സ്മെല്ലിന്റെ ഫ്രാഗ്രൻസിന്റെ ഔട്ട്പുട്ട് രസമാണ്. നമുക്കിത് പാർട്ടി വെയർ ഒക്കെ ആയിട്ടൊക്കെ സുഖമായിട്ട് യൂസ് ചെയ്യാവുന്ന പെർഫ്യൂമാണ്. ഈ പെർഫ്യൂം ശരിക്കും നല്ല കോസ്റ്റ്ലിയർ ആയിട്ടുള്ള പെർഫ്യൂമാണ് കേട്ടോ. 2 പെർഫ്യൂമും നല്ല കോസ്റ്റ്ലിയർ ആയിട്ടുള്ള പെർഫ്യൂമാണ്. കാരണം ഇതൊരു ലക്ഷറി ബ്രാൻഡിന്റെ പെർഫ്യൂമാണല്ലോ, മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള പെർഫ്യൂമാണ്. ഞങ്ങളുടെ ഷോപ്പിൽ ഞങ്ങളത് റീക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, ഇതിൻ്റെ ഇൻസ്പയർഡ് വേർഷൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ഇനി അടുത്തൊരു വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നവരേക്കും എല്ലാവർക്കും.